അയച്ചു സാർ. ഖാലിദൻ കമ്പനിയിലേക്കല്ലേ? ഇന്നലെ ഈവനിങ് കൊറിയറിൽ അയച്ചു. പിന്നെ എന്താ സാർ? ഒന്നുമില്ല, കൊറിയറിൽ അയച്ചില്ലേ? ആ പെൺകുട്ടിയുടെ മറുപടി കിട്ടിയോ? അത് പിന്നെ സാറിന് എന്തോ ഒരു ടെൻഷൻ. എന്ത് പറ്റി സാർ? എന്നെ പറ്റി എന്തോന്നാ കരുതിയത്? നിങ്ങൾക്കൊക്കെ കൊഞ്ചി കുഴയാനുള്ള കളിപ്പിളയാണെന്നോ? പൊതുവെ പെമ്പിളർക്കൊരു വിചാരമുണ്ട്, അവരുടെ പിന്നാലെ ചെരഞ്ഞിടക്കുന്ന പൂവാലന്മാരാണ് എല്ലാ ആണുങ്ങളൊന്നും. മനുഷ്യൻ ഒരുമാതിരി ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാ പെൺകുട്ടിയുടെ മറുപടി കിട്ടിയോ സാർ? ആളെ കുരങ്ങളൊപ്പിക്കുന്ന ചോദ്യമല്ലേ അത്? എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചു, അയാൾ തന്നെ അത് പ്രൊസീഡും ചെയ്തു. ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറഞ്ഞേക്കണം. ഇഷ്ടാണ്. ആ പെൺകുട്ടിക്ക് ഇഷ്ടാണെന്ന്. ഏത് പെൺകുട്ടിക്ക്? ഇത്രയും ദേഷ്യക്കാരനാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെന്ന് പറയും. ഏയ്, അത്രയ്ക്ക് ദേഷ്യമൊന്നുമില്ല. എങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇഷ്ടാണ്. സ്ത്രീധനം ഒന്നും ചോദിച്ചില്ലെങ്കിലും പുള്ളിക്കാരന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന രീതിയിൽ തന്നെ വേണം കല്യാണം നടത്തി കൊടുക്കാൻ. അതിന് ഇത്തിരി ചെലവ് കൂടും, അല്ലാതെ ഇവരുടെ കല്യാണം പോലെ നിസാര കാച്ചിന് നടക്കില്ല. നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന രീതി തന്നെ നമ്മുടെ കല്യാണം നടത്തിയത്. എന്റെ നിലയ്ക്കും വിലയ്ക്കും നീ എന്ത് തേങ്ങയുടെ മൂടേ? ഇക്കാലത്ത് ഒരു കല്യാണം നടത്തിയാലും 2 കല്യാണം നടത്തിയാലും ചെലവൊക്കെ ഒന്ന് തന്നെ. അപ്പൊ പിന്നെ 2 കല്യാണം ഒന്നിച്ച് നടത്തിക്കൂടെ? എന്തേ 2 കല്യാണോ? മായ പഠിച്ചോണ്ടിരിക്കയല്ലേ? മായ പഠിച്ചോട്ടെ. ഇവിടെ കെട്ടുപ്രായം കഴിഞ്ഞ വേറെയും മക്കളില്ലേ അമ്മയ്ക്ക്? ഇവൻ എന്താച്ചാ പറയണേ? നിനക്ക് മനസ്സിലായില്ലേ? ഇവന്റെ കല്യാണക്കാരായി പറഞ്ഞു വരുന്നത്. ഈ മൂക്ക് കൂടി ഇരിക്കുമ്പോ എന്തിനാ വളഞ്ഞു പിടിക്കണേ? അളിയന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. അതിനിപ്പോ പെട്ടെന്നൊരു പെണ്ണിനെ കണ്ടുപിടിക്കാന്ന് വെച്ചാ? അക്കാര്യത്തിൽ ആരും ബുദ്ധിമുട്ടണ്ട, പെണ്ണിനെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിനക്ക് ആരോടാ പറയടാ പ്രേമേന്ദ്ര? നമ്മുടെ ജാതിയാ? സ്റ്റുഡിയോ ഓണറാ. സ്റ്റുഡിയോ ഓണറോ? സ്റ്റുഡിയോ ഓണർ അല്ല, ബിൽഡിംഗ് ഓണറിന്റെ മകളാ രേണുക. കൊള്ളാലോ, ഒരുത്തി കമ്പനി ഓണറെ, ഒരുത്തി സ്റ്റുഡിയോ ഓണറെ. ഇവിടെ എല്ലാവരും കയറി പിടിച്ചിരിക്കുന്നത് ഓണർമാരെയാണല്ലോ. എന്നാ പിന്നെ നമുക്ക് നിങ്ങളുടെ ആലോചിക്കാം. എന്തേ? പ്രേമേന്ദ്രൻ മിടുക്കനാ, എനിക്ക് അവനെ വലിയ ഇഷ്ടാ. വാടകയുടെ കാര്യത്തിൽ കൃത്യ. ആ പിന്നെ വിശേഷിച്ച് പ്രേമേന്ദ്രന്റെ കാര്യം പറയാനാ വന്നത്. ആ മോളെ, ഇത് പ്രേമേന്ദ്രന്റെ ബന്ധുക്കളാ. രേണുകയല്ലേ? എന്നെ മനസ്സിലായോ? അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് രേണുയെ കാണാനാ ഞങ്ങൾ ഇപ്പൊ വന്നത്. അവര് തമ്മിൽ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് നമ്മൾ വീട്ടുകാരുടെ ചുമതലയൊക്കെ നടത്തിയേക്കാം. നിങ്ങൾ പറഞ്ഞു വരുന്നത്? രേണുക ഒന്നും പറഞ്ഞില്ലേ? പ്രേമേന്ദ്രനും രേണുകയും തമ്മിലുള്ള കല്യാണ കാര്യം. മോളെ, നീ ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാ എടുക്ക്. എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ട് പറയല്ല, പെൺകുട്ടികളുടെ കാര്യത്തില് അമ്മമാർക്കാണല്ലോ അവകാശം കൂടുതൽ. പിന്നെ അവളുടെ അമ്മ വിശാലാക്ഷിയോടുകൂടി, അല്ല അങ്ങനെയാണല്ലോ വേണ്ടത്. വിശാലം ആരായവരൊക്കെ? അതിന് പ്രേമേന്ദ്രന്റെ മുത്തശ്ശനും അളിയനൊക്കെയാ. ഓ, ആ ഫോട്ടോഗ്രാഫർ പ്രേമേന്ദ്രന്റെ. ആ, അറിയാ. എന്താ കാര്യം? പ്രേമേന്ദ്രന്റെ കല്യാണക്കാര്യം സംസാരിക്കാൻ വന്നതാ. പറയണം. പ്രേമേന്ദ്രന്റെ പെങ്ങൾ പ്രഭാവതിയുടെ കല്യാണക്കാര്യം നിശ്ചയിച്ചു. ഗുഡ്. 2 പേരുടെ ഒരുമിച്ച് നടത്തണമെന്നാ ഞങ്ങളുടെ താല്പര്യം. അതെ, ഒരുമിച്ച് നടത്തിയ ഒത്തിരി ലാഭാണ്. വെരി ഗുഡ്. അപ്പോ എന്നത്തേക്കാ കല്യാണം? നമ്മളൊന്ന് ഫ്രീ ആണോ ശങ്കു? അല്ല, അത് കാര്യങ്ങളൊക്കെ പറയാനാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത് ശരി. അപ്പൊ ഒന്നും തീരുമാനിക്കാതെയാണോ കല്യാണം ക്ഷണിക്കാൻ വന്നത്? ഞങ്ങൾ പറഞ്ഞു വരുന്നത് രേണുകയും പ്രേമേന്ദ്രനുമായിട്ടുള്ള കല്യാണക്കാരിയാണ്. കേട്ടോ ശങ്കു, കല്യാണം ആലോചിക്കാൻ വന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇവിടെ വന്ന് ഇത് ആലോചിക്കാൻ? ഡോക്ടേഴ്സ്, ബിസിനസ്സുകാര്, വക്കീലന്മാര്, ഇങ്ങനെ ഓരോരുത്തർ ആലോചന വന്നിട്ടേ ഞാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെയാണ് ഈ കല്യാണത്തിനും ചത്തടത്തും ഒക്കെ ക്യാമറയും തൂക്കിയിട്ട് നടക്കുന്നവൻ. പണത്തിന് ഇത്തിരി കുറവുള്ളൂ, അന്തസ്സിന്റെയും തറവാടത്തിന്റെയും കാര്യത്തില് നിങ്ങളെക്കാൾ ഒത്തിരി മുന്നിലാ ഞങ്ങള്. തെക്കേടത്തുകാരെ അന്തസ് പഠിപ്പിക്കാൻ നീ ആരാടി? നാക്കിന്റെ കാര്യത്തില് നിങ്ങളെക്കാൾ നീളം എനിക്കാ, മറക്കണ്ട. നീ മിണ്ടാതിരി. നിങ്ങളുടെ മോളെ കെട്ടിയില്ലെങ്കിൽ തൂങ്ങിച്ചാവൂന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണു. ശങ്കു, ഈ ആണുങ്ങൾക്കൊരു നിലയും വിലയുണ്ട്, അത് നിങ്ങളായിട്ട് നശിപ്പിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. വരട്ടെ അമ്മേ, വാ. ചായ കൊടുത്ത് സൽക്കരിക്കാൻ കണ്ട ആൾക്കാര്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതങ്ങ് മറന്നേക്ക്. എന്റെ മോളെ, ഇതുപോലൊരു പൂതന നിന്റെ അമ്മയായിട്ടുള്ളപ്പോ എന്തിനാ പ്രേമേന്ദ്രനെ കയറി പ്രേമിച്ചത്? ഞങ്ങൾ ഇറങ്ങിയടി. കൂടുതൽ നെരിപിരി കൊള്ളാതെ അവിടെ അടങ്ങിയിരിക്കുന്നല്ലേ. നിന്നെ
നോക്കിക്കൊണ്ട് നിൽക്കുന്നു. തിരിച്ചു രണ്ട് വാക്ക് പറഞ്ഞൂടെ? ഓടിയാത്ത്. മോൻ ഇവിടുത്തെ ചെക്കനാ? അതെ. കല്യാണം കഴിച്ചതാണോ? ഇല്ല. ആ എന്നാ മോന്റെ തള്ള ചത്തിട്ട് കല്യാണം കഴിച്ചാ മതി. നിന്റെ കെട്ടിയോൾക്ക് സ്വൈരം കിട്ടണമെങ്കിലേ ഒടുവിൽ നീ നിന്റെ തള്ളേനെ തട്ടേണ്ടി വരും. വാടാ. ഒന്നെങ്കിൽ പണവും പ്രതാപവും വേണം, അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടക്കാൻ ഒരാന ചന്തമെങ്കിലും വേണം. ഇത് ഒന്നും ഇല്ലാത്ത ഒരുത്തിനെ നിനക്ക് എങ്ങനെ കയറി പ്രേമിക്കാൻ തോന്നിയിടി? നമ്മുടെ സ്റ്റാറ്റസിനെ കുറിച്ച് വല്ല വിചാരമുണ്ടോ നിനക്ക്? പ്രേമേന്ദ്രന്റെ കുടുംബം അത്രയ്ക്ക് മോശമൊന്നുമല്ല, നല്ല തറവാട്ടുകാര് തന്നെയാ. തറവാട്ടുകാര് നമ്മുടെ 7 അയലത്തെത്തും അവര്. ശങ്കു, എന്താ ഒന്നും മിണ്ടാത്ത? അമ്മ പറഞ്ഞാലും കാര്യമില്ലാതില്ല. ഈ കുടുംബങ്ങൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ മനസമാധാനം ഒരിക്കലും കിട്ടില്ല. അച്ഛന്റെ അമ്മയുടെയും കുടുംബങ്ങൾ തമ്മിൽ വലിയ ചേർച്ചയിലായിരുന്നല്ലോ. എന്നിട്ട് ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടോ? നിന്റെ അച്ഛന് എന്തിന്റെ കുറവിലാടി മനസമാധാനം ഇല്ലാത്ത? അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു, അത്ര തന്നെ. എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാ. അതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ തുടർന്ന് ജീവിക്കണമെന്ന് എനിക്കില്ല. എന്താ മോളെ പറയുന്നത്? ഞാൻ തൂങ്ങിച്ചാവൂന്ന്, അത്ര തന്നെ. ഇത്രയും നിസ്സാര കാര്യത്തിന് തൂങ്ങിച്ചാവുമെങ്കിലേ പോയി ചാവടി. എനിക്കിത് നിസ്സാര കാര്യമല്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് മാറില്ല. ഞാനും. വിശാലം, അവളെന്തെങ്കിലും കടുങ്കൈ? പിന്നെ അതെ, അവൾക്ക് മൂക്കത്താ ശുണ്ടി. വാശി പിടിച്ച് നേടാൻ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അമ്മ എന്തിനാ വെറുതെ എതിർക്കാൻ പോണത്? അവൾക്കത് മതിയെങ്കിൽ നടത്തി കൊടുക്കണമേ. കെട്ടുന്നതും കൊണ്ടു കിടക്കുന്നതും അനുഭവിക്കുന്നതെല്ലാം അവള് തന്നെയല്ലേ? അനുഭവിക്കട്ടെ. ഇനി വല്ല ആത്മഹത്യാശ്രമം നടത്തിയാൽ മോശപ്പേര് നമുക്കാ. നാട്ടുകാർ വേറെ വല്ലതും പറയും. പിന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് പോലും നല്ലൊരു ആലോചന വരില്ല. ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് സമാധാനിക്കാം. അമ്മ വരച്ച വരയിൽ നിർത്താൻ ഈ കുടുംബത്തിലേക്ക് ഒരു മരുമകനെ കിട്ടിയെന്ന്. എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. എന്റെ മോള് തൂങ്ങി ചാവണ്ടെന്ന് കരുതിയാ ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നെ എന്റെ മോളെ കെട്ടുന്നവൻ ഏതവനായിരുന്നാലും ശ്രീധരം കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. സ്വർണത്തിന് പുറമെ ഒരു മാരുതി കാർ. നിനക്ക് ഡ്രൈവിംഗ് വശമുണ്ടോടാ? അത് പിന്നെ ഇല്ലെങ്കിലും സാരല്ല, വണ്ടി നേരത്തെ കൊടുത്തേക്കാം, ഓടിച്ചു പഠിക്കട്ടെ. ടീച്ചർക്ക് അവാർഡ് കിട്ടിയില്ല, അതിശയില്ല. മക്കളെ നന്നായിട്ട് പഠിപ്പിച്ച് വളർത്തിയിട്ടുണ്ട്. എല്ലാം കൊമ്പത്തല്ലേ കയറി പിടിച്ചിരിക്കുന്നത്. ഒരുത്തി കോടീശ്വരനെ വളച്ചെടുത്തു, ഒരുത്തൻ കോടീശ്വരിയെ വളച്ചെടുത്തു. എന്തായാലും ശാരദ ടീച്ചറിന് കച്ചവടം ലാഭം. അപ്പോ മകൾക്ക് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഇതും നടക്കട്ടെ. ശങ്കു, നോക്കിക്കൊണ്ട് നിൽക്കാതെ ആ ഡോർ തുറക്ക്. പ്രേമേന്ദ്ര, നീ വെയിൽ കൊടുക്കാറ്. കേറു മക്കളെ. എന്നാ പിന്നെ ശരി മക്കളെ. പ്രേമേന്ദ്ര, ഞാൻ മോളോട് ഒരു നല്ല വാക്ക് പറഞ്ഞോട്ടെ. എന്റെ നാത്തൂനെ കെട്ടിയതേ ഒരു കോടീശ്വരനാ. നമ്മുടെ സ്റ്റാറ്റസ് വിട്ടൊന്നും നീ പെരുമാറണ്ട കേട്ടോ. അമ്മയ്ക്ക് ഈ രേണുക അറിയില്ലേ? ഞാൻ ഒരിടത്തും താഴ്ന്നു കൊടുക്കോ? പ്രേമേന്ദ്രൻ ഒരു പാവാ. എന്റെ ഇഷ്ടത്തിന് കൊണ്ടുനടക്കാൻ എനിക്കറിയാം. പിന്നെ അവിടെ നിനക്ക് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിലേ നീ അവനെയും വിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോന്നേരാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കേറിക്കോ മോളെ. പ്രേമേന്ദ്രന്റെ വീട്ടുകാരെ പൊന്നൂല നോക്കണം. വേണ്ടിക്ക് ഞാനിപ്പോ വരാ. കൊച്ചമ്മേ, ഡിന്നറിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും? എന്തൊരു ചൂടാ ഇവിടെ. തെക്കേ മുറി AC ആണെന്നാ ഇവിടെ എല്ലാരും പറയാറ്. ഈ ജനലൊക്കെ തുറന്നിട്ടാ ഇവിടെ എന്ത് കാറ്റാണെന്നറിയോ? പക്ഷേ
ഇന്ന് തുറന്നിടാൻ പറ്റുമോ? എനിക്കിവിടെ എന്നിട്ട് ശ്വാസം മുട്ടുന്നു. ഈ ജനാലെല്ലാം അടച്ചു പൂട്ടിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുമല്ല. ഒരു ടേബിൾ ഫാൻ എങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചൂടായിരുന്നോ? അയ്യോ, ഞാനത് ഓർത്തില്ല. നാളെ തന്നെ എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് നൈറ്റിന്റെ മൂഡ് കളയാതെ നീ ആ പാല് കുടിച്ച് പതിങ്ങി തന്നെ. അയ്യോ, അങ്ങനെയല്ലല്ലോ, ഞാൻ പകുതി കുടിച്ചിട്ടല്ലേ നീ കുടിക്കേണ്ടത്. ആ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായതുപോലൊരു തോന്നൽ. എന്നെ കെട്ടിയതുകൊണ്ടാണോ? തന്റെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയാൻ എനിക്ക് കൊതിയാവുകയാണോ? നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോയാലോ? ആ കൊച്ചു വീട്ടിലോ? ഇവിടെയാണെങ്കിൽ എന്തൊരു സൗകര്യ. എനിക്ക് ഇവിടുന്ന് പോണോന്നേ ഇല്ല. നമ്മൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നാൽ എന്ത് രസമാണോ ഉള്ളത്. തന്റെ വീട്ടിലാണെങ്കിൽ എത്ര അംഗങ്ങളാ, തമാശയും പൊട്ടിച്ചിരിയും ബഹളവും. അച്ഛനും അമ്മയും ഒരുപാട് മക്കളും ഒക്കെ ഉള്ള ഒരു വലിയ കുടുംബം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്തു പറ്റി? തണുക്കുന്നുണ്ടോ? ഞാൻ AC ഓഫാക്കാം. വേണ്ട, AC-യുടെ തണുപ്പ് എനിക്ക് ഇഷ്ടാ. ശേഖരേട്ടാ, എന്താ? കല്യാണത്തിന് വന്ന് പലരും ചോദിക്കുക, എന്താ ചോദിച്ചത്? ശേഖരേട്ടന് എത്ര രൂപയുടെ സ്വത്തുണ്ടെന്ന്. സ്വത്തോ? ഇനി ആരെങ്കിലും ചോദിച്ചാ അവരോട് ഗമയ്ക്ക് പറയാനാ. സ്വത്തിന്റെ കണക്കൊക്കെ ഞാൻ അവരെ വിശദമായിട്ട് പിന്നീട് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. നീഞ്ഞു വന്നേ.